ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതും കിച്ചണത്തെ സാധനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂമിൽ വെച്ചിട്ടല്ല ഞാൻ ഡ്രസ്സൊന്നും എടുത്ത് വെക്കുന്നത്, കാരണം ഇവിടെ വെളിച്ചം കുറവായതിനെക്കൊണ്ട് ഞാൻ ഹാളിലേക്ക് എല്ലാം എടുത്ത് കൊണ്ടുപോകാം കേട്ടോ. ഡ്രസ്സുകളെല്ലാം എടുത്ത് കൊണ്ടുപോവാണ്. അപ്പം കുറച്ച് അധികം പണിയുണ്ടെന്ന് തന്നെ പറയാം. ഈ ഡ്രസ്സെല്ലാം കൂടെ മടക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മടക്കി വെക്കണത് ഇഷ്ടമാണ്. പക്ഷേ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് പണികളുണ്ടാവില്ല. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് പണികളുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ പാക്ക് ചെയ്യുന്ന കവർ നിങ്ങൾ കണ്ടോയെന്ന് അറിയില്ല. അതാ ഈ ഒരു കവറിലാട്ടോ ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഡ്രസ്സ്, പാത്രങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കാറിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കാരണം ഇത് ഞാൻ നേരത്തെ തന്നെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ബാക്കി സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്നതിനെക്കാട്ടിയും മുന്നേ ഡ്രസ്സും പാത്രങ്ങളും അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് എടുത്തോ, ഈ ബാഗാണ് കേട്ടോ എടുത്തത്. സ്പീഡിൽ പറയുമ്പോൾ തെറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ ബാഗാണ്. അപ്പോൾ അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ട്രോളി ബാഗിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കാറിൽ കുറേ ബാഗുകളൊക്കെ വെക്കുമ്പോൾ സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനത്തേതാകുമ്പോൾ കുറേ ഡ്രസ്സും വെക്കാം. അപ്പോൾ അതിനെക്കൊണ്ട് ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഹാങ് ചെയ്ത് വെക്കുന്ന ഡ്രസ്സുകളല്ല, ഒരുപാട് കുഞ്ഞു കുഞ്ഞതാക്കി മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മടക്ക് വീഴും. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയി ഹാങ് ചെയ്ത് വെക്കുന്ന ടൈമിലൊക്കെ അത് മൊത്തത്തിൽ ചുളിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ അയൺ ചെയ്യൊക്കെ വേണ്ടേ. എനിക്ക് അയൺ ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. ആദ്യമൊക്കെ ചെയ്തിരുന്നു, ഇപ്പം എന്താണെന്നറിയില്ല, അയൺ ചെയ്യാനെനിക്ക് തീരെ ഇഷ്ടമില്ല. നല്ല ചുളിഞ്ഞാലോ ഞാൻ അത്ര അങ്ങനെ ചുളിവ് വന്നാൽ മാത്രമേ ഞാൻ അയൺ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കല കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ അത്യാവശ്യം സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഇങ്ങനെ ഇതാ പെട്ടെന്ന് എടുക്കുന്നു, മടക്കുന്നു, വെക്കുന്നു, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ ഇത് സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, വീഡിയോ സാധാ പോലെ ആക്കുകയാണെങ്കിൽ എന്താ പറയുക, കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ലൈസ ഓൺലൈൻ ബുട്ടിക്കിൻ്റെ കേട്ടോ. ഇനിയുള്ള ഇതിൽ കാണിക്കാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് എത്തട്ടെ. അവിടെ നിന്ന് നല്ല സമാധാനത്തിൽ ഹോളൊക്കെ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ മാസ്ക് കണ്ടിട്ട് ചിലപ്പോൾ ഇന്ന് ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്താ ഞാൻ മാസ്ക് ഇട്ടിട്ട് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും, ഓ എന്താ ഇവൾ വീട്ടിലൊക്കെ ഭയങ്കര പരിഷ്കാരിയെ പോലെ. പരിഷ്കാരിയല്ല, ഇവിടെയൊക്കെ വീട്ടിൻ്റെ അകത്തൊക്കെ മാസ്ക് ഇട്ടിട്ട് കാണിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നാം. പക്ഷെ അതൊന്നുമല്ല കേട്ടോ. എനിക്ക് അലർജീൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2 ആഴ്ചയോളം എനിക്ക് ഭയങ്കര അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. തുമ്മി ഞാൻ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എനിക്ക് കൊറോണ ആണോ വിചാരിച്ചിട്ട് ഞാൻ ഇക്കനോട് പറഞ്ഞ് കൊറോണൻ്റെ ടെസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്യാമെന്ന്. ഇക്കന്നെ വെറുതെ എൻ്റെ ഒരു തുമ്മലുകൊണ്ടൊന്നും കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ ടെൻഷനായി. മാറാണ്ടായപ്പോൾ ഭയങ്കര ടെൻഷനായി, കൊറോണ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. അങ്ങനെ പിന്നെ ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ ഇക്കൻ്റെ ബ്രദർ വന്നപ്പോൾ ഭയങ്കര തുമ്മൽ. പുള്ളിക്കും അലർജീൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മളെ വീട്ടിനകത്തുള്ള പൊടി കൊണ്ടാണ് കേട്ടോ തുമ്മുന്നത്. അപ്പോൾ അവർ തുമ്മുന്നത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം നമ്മൾ ഈ സാധനം എല്ലാം കൂടെ ഓരോന്ന് അഴിക്കലും പിന്നെ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ പൊടി ഉണ്ടാവുമല്ലോ, അതിൻ്റേതായിരിക്കും. പിന്നെ എ സിയിൽ അങ്ങനെ ആവത്രേ. അങ്ങനെ നമ്മൾ ഈ അഴിക്കുന്ന പൊടിയെല്ലാം കൂടെ പിന്നെ എ സിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എ സി ഓണാക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. എടുക്കുമ്പോൾ രാത്രി ഉറങ്ങുന്ന ടൈമിൽ അപ്പോഴൊക്കെ ആണെങ്കിൽ ഈ തുമ്മലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ശ്വാസം കിട്ടാത്തൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു, ഇനി കോവിഡ് ആണോ എന്നൊക്കെ വിചാരിച്ചു പോയി. കാരണം ടെസ്റ്റ് ചെയ്ത് നമുക്കൊരു സമാധാനമാണല്ലോ. മോനൊക്കെ നമ്മളെ കൂടെ ഉണ്ടായതിനെ കൊണ്ട് അവർക്കൊന്നും ഉണ്ടാവണ്ട എന്നുള്ളൊരു ഇതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചത്. ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ പണികളൊക്കെ ഇപ്പോൾ വീട്ടിനകത്ത് ചെയ്യൽ. ഇനി എന്താ പറയുക, ഇതൊന്ന് മാറിക്കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഇനിയും ഇത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ വരുമ്പോൾ എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് ഇനി ആലോചിക്കാൻ തന്നെ വയ്യ. അപ്പോൾ അങ്ങനെ മടക്കി ലാസ്റ്റ് ഞാൻ ഇരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ ഡ്രസ്സ് എന്താ നിങ്ങൾ എടുത്ത്. കുറേ ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലൊക്കെ ആയാലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഐഷ എന്താ ഈ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, കുറേ ഉണ്ടല്ലോ എടുത്ത്
വെക്കണോ ആർക്കും കൊടുക്കാണ്ട് എന്നൊക്കെ കുറേ പേര് വേറെ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് അറിയാം ഞാനിത് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ കുറച്ച് പേരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സുകളോടും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ ചെയ്യാൻ പോകുന്ന കാര്യം. പക്ഷേ ഞാനിതിപ്പോൾ ഇതിൽ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കുറേ പേര് എനിക്കിത് ചെയ്ത് തരുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്കിത് ഒരു മെസ്സേജോ 2 മെസ്സേജോ ഒന്നല്ല വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും അത് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തായാലും ഞാൻ പറയും. അപ്പോൾ ഇതിൽ കുറേ ഡ്രസ്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർക്കൊക്കെ. അതൊന്നും ഇപ്പം ഞാനിതിൽ മെൻഷൻ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ ചോദിക്കണോണ്ട് ഞാൻ കേട്ടോ പറയുന്നതാണ്. അപ്പം ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതാണ്. നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല അതെന്താ ഇങ്ങനെ കുറേ ഡ്രസ്സുകളെന്നൊക്കെ. പഴയ ആൾക്കാർക്ക് അറിയും നമ്മൾ ചാനലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുന്നതും അങ്ങനത്തെ ചാനലല്ല. അപ്പോൾ അതിനെക്കൊണ്ടാണ് കേട്ടോ ഓരോ കൊളാബറേഷന് വരുന്ന ഡ്രസ്സുകളാണ്. അല്ലാതെ ഇത്രയും ഡ്രസ്സ് വാങ്ങിച്ച് തരാൻ ഇവിടേക്ക് വട്ടൊന്നുമില്ല. ഇത്രയും എനിക്ക് ഡ്രസ്സിനോട് അത്ര ഭ്രാന്തില്ല എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഡ്രസ്സിനോട്. ചെരുപ്പും ബാഗൊക്കെ ആണ് എനിക്ക് ഇഷ്ടം. അത് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വാങ്ങൊന്നുമില്ല. പിന്നെ കണ്ടല്ലോ നമ്മൾ കച്ചറ, ഇതൊക്കെ ഇനി ക്ലീൻ ആക്കണം. ഇവിടെ ആനി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ രാത്രിയാണ് വോയിസ് എടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഹിജാബും കൂടെ ഇതിലേക്ക് മടക്കി വെക്കുന്നുണ്ട്. ഈ ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കൽ അത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയതിനെ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. എനിക്കിതിങ്ങനെ നമ്മളെ ഷോള് ശ്രദ്ധിക്കണം, പിന്നെ ക്യാമറ ഇങ്ങനെ ഓണാക്കി വെക്കുന്നതുകൊണ്ട് സ്പീഡിൽ പണിയെടുക്കാനൊന്നും കഴിഞ്ഞില്ല. അതിനനുസരിച്ചിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ എനിക്ക് തോന്നി. എന്നാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. എങ്ങനെ കുറച്ച് ടിപ്സെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നതൊക്കെ ഉള്ള ചിലവർക്ക് ഒരു അറേഞ്ച് ചെയ്യുന്ന രീതിയൊന്നും ചിലവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇവിടെ ഇക്ക സൈഡിലിരുന്നിട്ട് ടി വിൻ്റെ സംഭവങ്ങളൊക്കെ അയക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വഫ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ മാസ്ക് ഇട്ടിട്ട് പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ആ ഒരു നേരം ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ ഞാൻ ആലോചിച്ച് പോയി. കാരണം എത്ര ടൈം അവർ മാസ്ക് ഇട്ടിട്ട് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഈ മാസ്ക് ഇട്ടിട്ട് ഞാൻ പണി ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചത് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുക. സാധാരണ നമ്മൾ മാസ്ക് ഇടുന്ന പോലെ അല്ലല്ലോ, എന്തെങ്കിലും പണി എടുക്കുമ്പോൾ മാസ്ക് ഇടുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്തൊരു ഫീലൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അവരെ ഈ ഒരു നേരത്ത് ഞാൻ ആലോചിക്കാൻ വയ്യ കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, പാവം. അപ്പോൾ ഇത് ഞാൻ ഈ ഹാങ്ങറൊക്കെ ഇതാ ഈ കവറിലിങ്ങനെ കേട്ടോ വെച്ചിട്ടുള്ളത്. നല്ല വൃത്തിക്ക് എനിക്ക് അവിടെ പോയിട്ട് എടുക്കാനൊക്കെ ഒന്നായിട്ട് അങ്ങനെ വലിച്ചിട്ടിട്ടുള്ളൊരു എടുത്തു വെക്കലൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഒരു നീറ്റിൽ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ ഇത് വലിക്കുമ്പോൾ ഒക്കെ കൂടെ കുടുങ്ങിയൊരു വൈക്കാവും. അപ്പോൾ അതിനെക്കൊണ്ട് അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ക്ലീനാക്കി. ഇതെല്ലാം കഴിഞ്ഞാലും ക്ലീനിങ് ചെയ്യുന്നതും എനിക്ക് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എടുത്ത് വെക്കുന്ന പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് മടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ള് വാരി വലിച്ചിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പണി ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാവും കേട്ടോ. അങ്ങനെ ഫുള്ള് വാരി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു മൂഡ് വരുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു ദിവസം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ആ PS4 ഒക്കെ മോനവിടെ കൊടുന്ന് വെച്ചാട്ടോ നല്ല വൃത്തിക്കൊക്കെ. പിന്നെ മോൻ അവിടെ ഇരുന്ന് പഠിക്കേണ്ട, ഇക്ക വർക്ക് ചെയ്യാനുണ്ട്. മോന് കളിച്ചതാണ് എൻ്റെ ട്രൈപോഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതാ ഇവിടെയും കൂടെ ഒന്ന് ക്ലീനാക്കല്ല, ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ കുറേ എൻ്റെ പഴയ ഫ്ലവർ ഉണ്ടാക്കിയതൊക്കെ കളഞ്ഞിട്ടോ. അത് ഇക്കൊക്കെ കാണുമ്പോൾ തന്നെ അത് ഒഴിവാക്കിക്കുക, അതൊന്നും ഇനി എടുത്ത് അങ്ങോട്ട് വരണ്ടെന്ന് അറിയും. ഇക്കൊക്കെ എന്താണോ അങ്ങനത്തൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാനിപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ഇക്കൊക്കെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നില്ല വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോനിക്ക് ഹിന്ദി എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും പഠിപ്പിക്കുന്നുണ്ട്. ഓരോന്ന് ഡൗട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. എനിക്ക് വല്ലാണ്ട് ഹിന്ദി ഒന്നും അറിയില്ല, എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിലേക്ക് അങ്ങോട്ട് ഇതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആനേൻ്റെ കുറേ കച്ചറ സാധനങ്ങളാട്ടോ. പിന്നെ അവന് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്, പക്ഷെ ഒന്നും കളയാൻ അവനെ അയക്കില്ല. ഒക്കെ അവനക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കളയുന്ന ടൈമിൽ. അപ്പോൾ ഞാനിത് ഓരോ കവറിൽ ഇങ്ങനെ പെറുക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ വൃത്തിക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മളെ ഈ ചെരുപ്പിൻ്റെയൊക്കെ ബോക്സാണ്. ഇതിൻ്റെ ഇടയിൽ മോന് വരുന്നുണ്ട്. അപ്പം ആ ബോക്സിലൊക്കെ ആട്ടോ ഞാൻ ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കാറ്. ഞാൻ അതൊന്നും കളയലില്ല. പിന്നെ വേറെ ഒരു ബോക്സൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അതിൽ വെച്ചാൽ പോരെ.
ഇപ്പോൾ വേറെ ആൾക്കാരൊന്നും നമ്മളെ ഇതൊന്നും തുറന്ന് നോക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനത്തെ ബോക്സിൽ വെക്കും. അപ്പോൾ എല്ലാതും ഞാൻ ഓരോ കവറിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിക്ക് വെക്കാമല്ലോ. ഇത് ഫുള്ള് വയറും കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നെ മറ്റേതൊക്കെ എൻ്റെ സാധനങ്ങളാണ് റെഡ് ബാഗിലുള്ളത്. കുറേ എന്താണ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ കുറേ സാധനങ്ങൾ ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇത് അവിടെയൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞു. ഇത് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ബോക്സുകളാട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കളയുന്നില്ല, എനിക്കിനി അവിടെ പോയാലും ആവശ്യം വരും. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതൊക്കെ നമ്മൾ ഓരോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം അവിടെ പോയിട്ട് ഇതേപോലെ അതിലേക്ക് നിറയ്ക്കണം. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് കൊണ്ടുപോകുള്ളൂ കേട്ടോ. നമ്മൾ റൂം മാറണ ആ ഒരു ടൈമിൽ കൊണ്ടുപോകുള്ളൂ. ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതിനെക്കൊണ്ട് അതവിടെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടുണ്ടെങ്കിൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു കഥ. അപ്പോൾ അതിനെക്കൊണ്ട് അത് ഞാൻ ആ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് ഇവിടെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു ദിവസമല്ല കേട്ടോ ചെയ്യുന്നത്, ഓരോ ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതി. നമുക്കറിയാമല്ലോ ഇന്ന ദിവസം നമ്മൾ റൂം മാറുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ തൊട്ടിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി. അത് നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും നീറ്റിൽ വെച്ചാൽ മതി, ക്ലീൻ ആക്കിയിട്ടൊക്കെ. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ കിച്ചണത്തെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ദിവസമാണ്. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനൊന്നും തോന്നിയിട്ടേ ഇല്ല. കാരണം നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണല്ലോ കിച്ചണത്തത് പാക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറേ പാത്രങ്ങളൊന്നുമില്ല, കുറച്ച് പാത്രങ്ങളുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പെട്ടെന്ന് തീർന്ന്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എപ്പോഴും. എനിക്ക് പാത്രമില്ല എന്ന് പറഞ്ഞിട്ട് ഇക്കനോട് ഇങ്ങനെ പരാതി പറയലാണ്. പക്ഷേ ഈ പാക്കിംഗ് ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി, തീരെ പാത്രങ്ങളില്ല എന്നുള്ളതിൽ. കാരണം കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പാക്കിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നുമല്ല കേട്ടോ, ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ മോന് ആ സൈഡിലിരുന്നിട്ട് അവിടെ പഠിക്കുകയാണ്. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ആനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത സാധനം കൊണ്ടൊക്കെ നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് പോവാം കേട്ടോ. കുറേ സാധനങ്ങൾ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, മറന്നുപോയി. പിന്നെ ലാസ്റ്റ് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വെക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിനി കുറച്ച് ദിവസം മാത്രം ഷാർജയിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറേ ഷാർജയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു കാണാൻ പറ്റിയില്ല എന്ന്. കുറേ പേര് നമ്മൾ കണ്ടു കേട്ടോ. സഫാരിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് നമ്മളോട് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ, ഞാൻ സാധാരണ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ അതിനെക്കൊണ്ട് അവരൊക്കെ എടുത്ത് കാണിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാവോ ഇല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് അതൊക്കെ വീഡിയോ ചെയ്യാൻ. അപ്പോൾ കുറേ പേര് വിഷമമൊക്കെ പറഞ്ഞിരുന്നത് കാണാൻ പറ്റിയില്ല എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ പുതിയ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.